ഹായ്, നമുക്ക് മുത്തൊട്ടിക്കാതെ പല്ലിൻ്റെ നിര തെറ്റിയത് നേരെയാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് സ്മൈൽ കറക്ഷൻ ചെയ്യാനായിട്ട് പറ്റുമോ? പല്ലിൻ്റെ ഇടയിൽ സ്പേസ് ഒക്കെ മാറ്റാനായിട്ട് പറ്റുമോ? ഇപ്പം എനിക്ക് കല്യാണമൊക്കെ അടുത്തിരിക്കുകയാണ്, എനിക്ക് മുത്തൊട്ടിക്കാനായിട്ട് താല്പര്യമില്ല, അങ്ങനെയുള്ളപ്പോൾ അതൊക്കെ സാധിക്കുമോ? അല്ലെങ്കിൽ ഞാൻ വിദേശത്തേക്ക് പോവുകയാണ്, എനിക്ക് മാസം ഇവിടെ ഡോക്ടറിനെ വന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, അങ്ങനെയുള്ളപ്പോൾ എനിക്ക് പല്ലിൻ്റെ നിര തെറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ പല്ലിൻ്റെ കറക്ഷൻ പോസിബിൾ ആയിരിക്കുമോ? പോസിബിളാണ്. അതിനുള്ളൊരു സൊല്യൂഷനാണ് അലൈനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ഒരുപാട് ഡെന്റൽ റിലേറ്റഡ് വീഡിയോസിൽ ഏറ്റവും കൂടുതൽ കറങ്ങുന്ന ഒന്നാണ് അലൈനേഴ്സിനെ കുറിച്ചുള്ളത്. അലൈനേഴ്സ് നല്ലതാണോ, അലൈനേഴ്സ് ചീത്തയാണോ, അലൈനേഴ്സിന്റെ കോസ്റ്റ് എത്രയാണ്, പഴയ നോർമൽ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് ആണോ അതോ ഈ അലൈനേഴ്സ് ആണോ നല്ലത് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന പല വീഡിയോസ് ഉണ്ട്. അപ്പം നമുക്ക് അലൈനേഴ്സിനെ കുറിച്ച് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ താഴെ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പോൾ എന്താണ് അലൈനേഴ്സ് എന്ന് പറയുന്നത്? പല്ലിൽ മുത്തൊട്ടിച്ചാണ് നമ്മൾ പല്ലിൻ്റെ നിര തെറ്റിയിരുന്നത്, അല്ലെങ്കിൽ പല്ലിൽ സ്പേസിങ് ഉള്ളതൊക്കെ കുറച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പല്ലിൻ്റെ മൊത്തത്തിലുള്ള കറക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത് മുത്തൊട്ടിച്ചിട്ടുള്ള ഓർത്തഡോണിക് ട്രീറ്റ്മെൻ്റ് ആണ്. അതിൽ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇന്നത്തെ ടെക്നോളജിയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് അലൈനേഴ്സ് എന്ന് പറയുന്നത്. ഇത് പല പേരിൽ നിങ്ങൾ കണ്ടിട്ട് കാണും. ഇൻവിസലൈൻ, ക്ലിയർ ബി, ഇല്യൂഷൻ, അങ്ങനെ പല പേരിലും ഇത് അവൈലബിൾ ആണ്. പക്ഷെ ഇതിനെ നമ്മൾ അലൈനേഴ്സ് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് അലൈനേഴ്സിന്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ട്രീറ്റ്മെന്റ് പ്ലാനിങ് തന്നെയാണ്. കാരണം ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പം നമുക്കിത് ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്കം എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. നമ്മുടെ പല്ലിൻ്റെ നേരെ തെറ്റിയത് നേരെയാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്മൈലിൻ്റെ കറക്ഷൻ, നേരെ സ്പേസിംഗ് ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ മുഖം ഇരിക്കുന്നത്, എത്രത്തോളം കറക്റ്റായിട്ടാണ് വരിക എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് തന്നെ അറിയാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവ് കാര്യം. ഇപ്പോൾ കുറേ പേരെങ്കിലും വിചാരിക്കും, ഈ ഒരു പ്ലാസ്റ്റിക് പോലത്തെ സാധനമാണോ ഇത്രയും കറക്ഷൻസ് കൊണ്ടുവരുന്നത്, അതിനെ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ്. അതൊരു നോർമൽ പ്ലാസ്റ്റിക് അല്ല, അതൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ്. അതിലൊരു കമ്പ്യൂട്ടറൈസ്ഡ് ടെക്നോളജിയിലാണ് അത് ഫുൾ മേക്കിങ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പലരും കുറേ പേരെങ്കിലും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒന്നാണ്. ഇത് ചുമ്മാ വായിലോട്ടങ്ങ് കയറ്റി വെച്ചാൽ മതി, പല്ലിൽ വേറെ ഒന്നും ചെയ്യില്ല, പല്ലുമായിട്ട് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും ഇല്ല എന്നൊക്കെയുള്ള ധാരണയുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാം. ഇത് പല്ലിൽ നമ്മൾ തീരെ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. പല്ലിൽ മുത്തുകൾക്ക് പകരം പോലെ തന്നെ, അല്ലെങ്കിൽ മുത്തുകൾ പോലെ തന്നെ എല്ലാ പല്ലിലും ഇല്ല. കമ്പ്യൂട്ടർ റെക്കമെൻഡ് ചെയ്യുന്ന പല്ലുകളിൽ നമ്മൾ ചെറിയ തടിപ്പുകൾ പോലെ ഉണ്ടാക്കും, പല്ലിൻ്റെ കളറുള്ള മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ. ആ തടിപ്പുകളിലേക്കാണ് ഈ സാധനം ക്ലിപ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിലാണ് ഈ മൂവ്മെന്റ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അലൈനേഴ്സിന് പല്ലുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. രണ്ടാമത്തെ ഇതിന്റെ പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻവിസിബിൾ ആണെന്നുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ കുറച്ചൊരു 6-7 മാസത്തിനുള്ളിൽ നമ്മുടെ കല്യാണം നടക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ളവർക്ക് ഏറ്റവും നല്ല സൊല്യൂഷനാണ് അലൈനേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഇത് വായിലുണ്ടെന്ന് അറിയത്തില്ല, അത്രയും ഇത് ഇൻവിസിബിൾ ആണ്. നിങ്ങളുടെ ചിരിക്ക് ഒരു കോട്ടവും സംഭവിക്കില്ല ഇതുള്ളത് കൊണ്ട്. മൂന്നാമത്തെ പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുത്തൊട്ടിച്ച കമ്പിയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, വറുത്തത് കുറയ്ക്കരുത് എന്നൊക്കെയുള്ള ഒരുപാട് ഫുഡ് റെസ്ട്രിക്ഷൻസ് കാണും. ഇത് നമുക്ക് തന്നെ റിമൂവബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ നേരം ഇത് ഊരി വെച്ചിട്ട് കഴിക്കാം. അതുകൊണ്ട് ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. കാരണം മുത്തൊട്ടിച്ചിട്ടുള്ള കമ്പി ഇടുമ്പോഴത്തേക്കും നമ്മുടെ കമ്പി അവിടെ കൊള്ളുന്നു, മുത്ത് കൊള്ളുന്നു, വായിൽ അൾസർ വരുന്നു, ഭയങ്കര വേദന, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയും അലൈനേഴ്സിൽ വരുന്നില്ല. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് പേഷ്യൻസിന്. അടുത്തത്, ഇത് നമ്മൾ ഊരിയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. കാരണം കുറേ പേരെങ്കിലും കേട്ടിട്ട് കാണും, മുത്ത് ഊരിയതിന് ശേഷം എൻ്റെ വായിൽ കേടായത്, മുത്ത് മാറ്റിയതിന് ശേഷം എൻ്റെ വായിൽ പോടായത് എന്നൊക്കെ പറയുന്നത്. മുത്തൊട്ടിക്കുമ്പോൾ അവർ മെയിനായിട്ടും ആ ഒരു പ്രോപ്പർ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണില്ല. അപ്പോൾ മുത്തിൻ്റെ ഇടയിലൊക്കെ ചെറുതായിട്ട് ഭക്ഷണം കയറിയിരുന്ന് അതൊക്കെയാണ് പിന്നീട് പോടായിട്ട് അല്ലെങ്കിൽ പല്ലിൽ കേടായിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അലൈനേഴ്സ് വരുമ്പോഴത്തേക്കും ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വിദേശത്തൊക്കെ പോകുന്നവർക്ക് അവിടെ പോയി ഒരു ഓർത്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയി അവിടെ പോയി മാസം മുറുക്കാനാണെങ്കിൽ പോലും അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം. ഡെന്റൽ വിസിറ്റ്സ് ഭയങ്കര കുറവായിരിക്കും എന്നല്ല, ഡെന്റൽ വിസിറ്റ്സ് കാണില്ല. കാരണം യു വിൽ ബി യുവർ ഡോക്ടർ, നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ട്രേസ് കാണും. ഓരോരുത്തർക്കും നമ്പർ ഓഫ് ട്രേ വ്യത്യാസപ്പെടും. 8 നമ്പേഴ്സ് ഓഫ് ട്രേ ആണ് ഉള്ളത് എങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഈ 8 ട്രേസും നിങ്ങൾക്ക് തരും. നിങ്ങൾ ഒരു ട്രേ മാക്സിമം 2 ആഴ്ചയായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ നമ്പർ 2 ട്രേയിലേക്ക് മാറണം.
4 ആഴ്ച കഴിയുമ്പോൾ നമ്പർ 3യിലേക്ക് മാറണം. അങ്ങനെ നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മാസാമാസം ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് കമ്പി മുറുക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഫ്രണ്ടിലത്തെ പോർഷൻ മാത്രം കറക്റ്റ് ചെയ്താൽ മതി, മുകളിൽ മാത്രം കറക്റ്റ് ചെയ്താൽ മതി, താഴെ മാത്രം കറക്റ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതും ഇതിൽ പോസിബിൾ ആണ്. അതിൽ നമ്മൾ ഫുൾ ബാക്കി പല്ലുകളുടെ മൂവ്മെൻ്റ് ഒന്നും നോർമൽ കേസുകളിൽ വരാറില്ല. സിവിയർ ആണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ബാക്കിയൊക്കെ കറക്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഫസ്റ്റ് തന്നെ അറിയാനായിട്ട് പറ്റും. നിങ്ങൾ ഡിസൈർ ചെയ്യുന്ന ആ ഒരു സ്മൈലിലേക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിരിയിലേക്ക് എത്തണമെങ്കിൽ പുറകും കൂടെ കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ ബാക്കി പല്ലുകളും കൂടെ ചെയ്യേണ്ടി വരും. ഇല്ല നിങ്ങൾക്ക് ഫ്രണ്ടിലത്തെ പല്ല് മാത്രം കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇതിൽ പോസിബിൾ ആണ്. അപ്പം നിങ്ങൾ ബാക്കി പല്ലുകളെ അനക്കവും വേണ്ട, ഫ്രണ്ടിലത്തെ പല്ലുകൾ മാത്രം കറക്റ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അന്നേരം റേറ്റിലും ഒരുപാട് വ്യത്യാസം വരും. നിങ്ങൾക്ക് ഒരു ഫുൾ പല്ല് സെറ്റഡ് അല്ലെങ്കിൽ ഫുൾ പല്ലിൻ്റെ കറക്ഷൻ ചെയ്യുന്നതിലും റേറ്റ് കുറവായിരിക്കും ഫ്രണ്ട് പോർഷൻ മാത്രം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുകളിൽ മാത്രം കറക്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ. ഇനി നമുക്കിതിൻ്റെ നെഗറ്റീവ്സ് നോക്കാം. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളായിരിക്കും നിങ്ങളുടെ ഡോക്ടർ എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര ഡിസിപ്ലിനും വിൽ പവറും വേണം. നിങ്ങളത് ആ ട്രീറ്റ്മെൻറ്റ് ഡിലേ ആക്കി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു ദിവസം 20 മുതൽ 22 മണിക്കൂർ വരെ അലൈനേഴ്സ് വായിൽ വയ്ക്കണം. അപ്പോൾ അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഡിലേ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓക്കെ ഇത് ഞാൻ ചെയ്തിരിക്കും എന്നുള്ള നിങ്ങളുടെ വിൽ പവറിലാണ് ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് സക്സസ് ആവുന്നത്. രണ്ടാമത്തെ ഇതിൻ്റെ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവിയർ കേസസിൽ നമ്മൾ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനി എന്തൊക്കെ വന്നു എന്ന് പറഞ്ഞാലും മുത്തൊട്ടിച്ചിട്ടുള്ള ഓർത്തോ ട്രീറ്റ്മെൻറ്റിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും. എസ്പെഷ്യലി സിവിയർ കേസസിലോട്ട് വരുമ്പം, സിവിയർ കേസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും തിങ്ങി നിരങ്ങിയിരിക്കുന്ന പല്ലുകൾ, അല്ലെങ്കിൽ ഒരു കോമ്പല്ലൊക്കെ ഇടമ്പല്ല് പോലെ വരുന്നത്, നമുക്കതിനെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചിറക്കിക്കൊണ്ട് വരണം. അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ നമ്മൾ കൺവെൻഷണൽ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. ഇപ്പം നമ്മൾ അഫ്രിയുടെ കാര്യം കുറേ പേർക്ക് അറിയാമല്ലോ, അഫ്രി എന്ന ബ്ലോഗറിൻ്റെ ഇൻഫ്ലുവൻസ് തന്നെ. അഫ്രിയുടെ കേസിൽ അഫ്രിക്ക് എന്തുകൊണ്ട് അലൈനർ ചെയ്തുകൂടാ, അലൈനർ അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണോ അഫ്രിക്ക്? എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അഫ്രിയെ സംബന്ധിച്ച് അഫ്രിയുടെ ആ ഒരു ടീത്ത് കണ്ടീഷന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കൺവെൻഷണൽ ഓർത്തഡോണ്ടിക് മെത്തേഡാണ്, അല്ലെങ്കിൽ മുത്തൊട്ടിച്ചിട്ടുള്ള മെത്തേഡാണ്. അതുകൊണ്ടാണ് അഫ്രിക്ക് അത് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നതുപോലെ തന്നെ നിങ്ങൾ ഡോക്ടറെ കണ്ട് നിങ്ങളുടെ സ്കാനിങ്ങും നിങ്ങളുടെ ബാക്കി ഓറൽ കണ്ടീഷനും ഒക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബോൺ കണ്ടീഷൻ, അങ്ങനെ ഓരോ പല ഫാക്ടേഴ്സും നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് അലൈനേഴ്സ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയുന്നത്. സോ സിവിയർ കേസസിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾ കൺവെൻഷണൽ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതാണ് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അടുത്ത നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം ഇതിൻ്റെ റേറ്റ് എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് 30,000 രൂപയ്ക്കും അലൈനേഴ്സ് ചെയ്യാം, 2 ലക്ഷം രൂപയ്ക്കും അലൈനേഴ്സ് ചെയ്യാം. ഇതെല്ലാം തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് വ്യത്യാസം. ഇപ്പം നമ്മളൊരു നോർമൽ ഡ്രസ്സ് എടുക്കുന്നതും ഒരു ബ്രാൻഡഡ് ഡ്രസ്സ് എടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം നമ്മൾ ഏറ്റവും കൂടിയതെടുത്താൽ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്ര കംഫർട്ടാണ്, അത്ര ടു ദ പോയിന്റ്, അല്ലെങ്കിൽ അത്ര ആക്യുറേറ്റ് ആണ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം. മറ്റേത് മോശമായിരിക്കുന്നു അല്ലെങ്കിൽ അതിൽ ട്രീറ്റ്മെൻറ്റ് നടക്കില്ല എന്നൊന്നുമല്ല. പക്ഷേ കംഫർട്ട് വൈസ് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി വൈസ് ഓഫ് കോഴ്സ് റേറ്റ് കൂടിയത് തന്നെയായിരിക്കാം ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഓരോ ക്ലിനിക്കിനെയും അവരെടുക്കുന്ന ഓരോ ബ്രാൻഡിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ കുറഞ്ഞത് പറഞ്ഞ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ ചെല്ലുമ്പോൾ അവർ കുറഞ്ഞത് പറഞ്ഞു എന്നതുകൊണ്ട് അതിൻ്റെ അർത്ഥം അവർ ചെയ്യുന്നത് പൊട്ട അലൈനേഴ്സ് ആണ് എന്നല്ല കേട്ടോ. അത് ഓരോ ബ്രാൻഡിനെ വേരി ചെയ്യും, ഓരോ ക്ലിനിക്കിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ അലൈനേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് ആദ്യമേ കാണാൻ പറ്റുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അലൈനേഴ്സിനെ വിശ്വസിച്ച് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിന് ഇത്ര പോസിറ്റീവ്സ് ഉണ്ട്. ഇത് ഇൻവിസിബിൾ ആണ്, ഈ പറയുന്നത് പോലെ നോർമൽ പ്ലാസ്റ്റിക്കിലല്ലല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നമുക്ക് കംഫർട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇത് ഓഫ് കോഴ്സ് എക്സ്പെൻസീവ് ആണ് പല്ലിൽ മുത്തൊട്ടിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനെക്കാട്ടിലും. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ എങ്ങനെയാണ്, ഓർത്തഡോണ്ടിക് നോർമൽ കൺവെൻഷണൽ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ആണോ അതോ അലൈനേഴ്സ് ആണോ ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഓരോന്നിനും അതിൻ്റെതായ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്, പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ അലൈനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു സ്മൈൽ കറക്ഷൻ അല്ലെങ്കിൽ ഒരുപാട് ഹെക്റ്റിക് ആവാത്തൊരു ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അലൈനേഴ്സിലേക്ക് പോകാം. നിങ്ങൾക്ക് നല്ലൊരു സ്മൈല് കിട്ടും. ഞാൻ ഈ നേരത്തെ പറഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ റിസൾട്ട് ആദ്യമേ തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അലൈനേഴ്സ് ചൂസ് ചെയ്യാം. ഇനി അതല്ല സിവിയർ കേസസ് ആണ് നിങ്ങളുടേതെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഇടമ്പല്ലുള്ളത് ഭയങ്കരമായിട്ട് നിരതെറ്റിയിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള സിവിയർ കേസസ് ആണെങ്കിൽ നിങ്ങൾ കൺവെൻഷണൽ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക. ഇതിൽ ഞാൻ മെൻഷൻ ചെയ്യാത്ത എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പോൾ വീണ്ടും ഒരു ഡെന്റൽ ടോപ്പിക്കുമായിട്ട് കാണുന്നവരെ ബൈ.